ഞാനിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി മോർണിംഗ് താഴേക്ക് വന്നു. അപ്പോൾ ഒരുത്തന്നെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കി. നല്ല അടിപൊളി വലിയ സൈസ്, നല്ല ഉറക്കം, ഭയങ്കര ഉറക്കമാണ്. കടയൊന്നും ആരും തുറക്കില്ല. ഏകദേശം 9 മണിയായി. മിക്ക കടകളും ക്ലോസ് ആണ് രാവിലെ. ഞാനധികം ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടീഷർട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ബേസിക്കലി ഇറങ്ങിയത്. ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഉള്ള റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു നോക്കട്ടെ. 250, 750 ഉള്ളൂ. കാണാൻ കൊള്ളാം, അത്യാവശ്യം രസമാണ്. ഈ സ്മൈൽ ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഒരു ഷർട്ടും കുറച്ച് കിടക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, ഞാൻ എടുത്തിട്ട് പിന്നെ കാണിക്കാം. ഓക്കെ. അപ്പോൾ രാവിലെ ഉറപ്പിച്ചാണ് ഈ സാധനം ഞാൻ എടുത്തു. കൊള്ളാം, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഗോവ സൈസും കറക്റ്റ് എക്സൽ എടുത്തു. 250 പറഞ്ഞത്, 250 കുഴപ്പമില്ല. ഇതേ കിടക്കുന്ന എടുത്തവൻ. ഇവന്മാരൊക്കെ രാത്രി അല്ല രാവിലെ നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ചെയ്തതുണ്ടോ 250, 250 രൂപയ്ക്ക് ഒരു ടീഷർട്ട് മേടിച്ചു. ഞാനൊരു റെഡ് ടീഷർട്ടും കൊണ്ടാണ് വന്നത്. അത് മാത്രം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ എന്താ പറയുക, കുറേ നേരം വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ് പിടിച്ചിട്ടെ വെള്ള കളർ റെഡിൽ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഇനി യാത്ര ചെയ്ത് വിട്ടുണ്ടാവാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളതെല്ലാം സ്ലീവ്ലെസ് ഷർട്ടുമാണ്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് റൂമിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണേ. ബൈക്ക് എത്ര 60 or 50 rupees. 60 or 50 rupees. കൊള്ളാം, അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കരുപ്പുണ്ട്. ആ മിററ്, അപ്പോൾ മിററ് കണ്ടോ, സൂപ്പർ സാധനമാണ്. കണ്ടോ ബാക്കൊക്കെ. ഓക്കെ. വിസിൽ പൈപ്പ് ഓ മറ്റേ ഇത് ചെയ്യണ പൈപ്പ്. പിന്നെ അതെ ബൈക്ക് ഉണ്ട്. ഞാനിത് എടുത്തോണ്ട് വന്നതിൻ്റെ ടൈം എടുക്കും. പുള്ളിയാണെങ്കിൽ വെക്കണമുള്ള സംഭവമൊക്കെ. ഞാൻ ഇത് 1-2 എടുക്കട്ടെ. അപ്പോൾ നമ്മളത് 1-2 മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇത് തിരിച്ച് പോകുന്നത് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നവരെടുത്തിട്ട് അവരുടെ അടുത്തോട്ട് പോയാൽ ശരിയാവില്ല, പേടിക്കുക, ചാടിക്കുക. പുള്ളിപ്പോഴും അവിടെ തന്നെ നടക്കണം. ഇത് നോട്ട് നോക്കി വിളിക്കുമ്പോൾ ഒരു വാലാട്ടിൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടിറ്റോസ് ലൈനിലാണ് നിൽക്കുന്നത്. രാത്രി ആകുമ്പോൾ ഭയങ്കര ലൈവ് ആവുന്നൊരു സ്പേസാണിത്. ജസ്റ്റ് വണ്ടിക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു രാവിലെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഇവിടെയാണ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. നിങ്ങൾ കലാങ്കത്ത് ബാഗ ബീച്ച് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാർട്ടിയും കാര്യങ്ങളും നടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ അല്ല, ഒരു ഇത്തിരി ഫ്രണ്ടിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പാർട്ടി സ്പേസൊക്കെ. പിന്നെ ഇവിടെ റെൻ്റ് ബൈക്ക് ഇഷ്ടംമാതിരി കിട്ടും. വളരെയധികം റെൻ്റ് ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എടുക്കുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ എടുക്കണമെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ വഴിയാണ് ബീച്ചിലേക്ക് പോകുന്നത്. ഇതൊരു 1 way ആണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ബീച്ചിലേക്ക് ആക്സസ് ചെയ്യുന്ന ഈ വഴി കൂടി ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാതെ ചിലരെടുത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരും. ഇത് കണ്ട് ഈ ടാക്സിയൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട്. ലോക്കൽസ് ആണെങ്കിൽ ഇവന്മാർ പിടിക്കില്ല, അതാണ് പ്രശ്നം. നമ്മൾ ആണെങ്കിൽ ഇതേപോലെ വണ്ടിയും കൊണ്ട് ഇവിടെ കൂടി തിരിച്ചങ്ങോട്ട് പോകണമെങ്കിൽ കറക്റ്റായിട്ട് പിടിക്കും. ഇവിടെയൊക്കെ ടിറ്റോസ് ലിക്കർ, ടിറ്റോസ് റെസ്റ്റോറൻറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നടന്നു വരാൻ നേരത്ത് കുറച്ചും കൂടി ടൈം എടുക്കും കേട്ടോ. ഇവിടെ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ട്രീറ്റാണത്. ഇവിടെ ടാക്സി കാര്യങ്ങൾ എല്ലാം ഉണ്ട്. യൂഷ്വലി ഞാനിവിടെ കൂടെ നടന്നൊരു വീഡിയോ എടുക്കാറില്ല. നൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ലൈവാണ്, തിരക്കാണ്. അങ്ങനെ ഒരു ഫോണില്ല. ബീച്ചിലേക്ക് പോകുന്ന വഴി കാണിച്ചു തരാം. അതുകൊണ്ട് ആ വഴി നമുക്ക് ഇതുണ്ട്. ഈ വഴി കൂടി നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാം. ഇവിടെ ഉള്ളൊരു പാർട്ടി കാണുന്നുണ്ട്, എന്നിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബീച്ചിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല. ഇപ്പോൾ രാത്രി കണ്ട ഷാക്കും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അവിടെ പാരാസൈലിങ് സംഭവമൊക്കെ, വാട്ടർ സ്പോർട്സൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ നേരെ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് തിരിച്ച് പോകാം. അപ്പോൾ
कार इങ്ങോട്ട് अलाउड അല്ല. सिर्फ 2 व्हीलर के अलाउड है. कार वाले सब चल के जाते हैं, नहीं तो जीप में जाने का है. 250 रुपीज देके कार वाले. അപ്പോൾ ഇവിടെ 100 രൂപയാണ്. അപ്പോൾ നമ്മളത് കൊടുത്തിട്ട് ഇവിടെ പൊക്കിയിട്ടുണ്ട് എൻട്രി എടുക്കുന്നതിനുള്ളിലേക്ക്. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ടൊരു ഓഫ് റോഡ് റൈഡ്. ശരിക്കും ഇത് ഒരു പകൽ ടൈമിൽ വരണ്ടായിരുന്നു, പക്ഷേ ഞാൻ എത്തിയപ്പോൾ ലേറ്റ് ആയി പോയി. അപ്പോൾ ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറയുന്ന ഒരു ഓഫ് റോഡ് റൈഡാണ്. കുറച്ച് ചിലപ്പോൾ ട്രക്ക് ചെയ്യേണ്ടിയും വരും. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ വന്നപ്പോൾ ഞാൻ ഓടിച്ച് അറ്റം വരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് നടക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ജീപ്പ് അവൈലബിൾ ആണ് കേട്ടോ. അവർ ജീപ്പിന് നിങ്ങളെ അവിടേക്കും ഈ സൈഡിലേക്കും കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ അതിന് പ്രത്യേക ഒരു പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കണം. പിന്നെ അല്ലെന്നാണെങ്കിൽ നമുക്കവിടെ കാർ അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ബൈക്ക് അവിടെ വെച്ചിട്ട് ട്രക്ക് ചെയ്ത് പോവാം. പിന്നെ ഒരു പ്രശ്നമുണ്ട്, വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതേപോലത്തെ കുറച്ച് അഡ്വഞ്ചറസൊക്കെ കാണിക്കേണ്ടി വരും. അഡ്വഞ്ചേഴ്സ് ഇതുണ്ടോ, വെള്ളവും ഇതൊക്കെ കെട്ടി കിടക്കുന്നുണ്ട്. നോക്കാം, ഇവിടെ കൂടി ഇറക്കി നോക്കാം. അപ്പോൾ നമ്മളവിടെ കൂടി ഇറങ്ങി ജീപ്പ് വരുന്നുണ്ട്. ആ ജീപ്പ് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഷൗട്ട് ചെയ്യാം. ഓക്കെ. വണ്ടി കുറച്ച് അഡ്വഞ്ചറായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു 2 വർഷം മുന്നേ ഞാൻ വന്നപ്പോൾ ഇവിടെ സത്യത്തിൽ ഒരൊറ്റ ജീപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവർ കുറേ ജീപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ജീപ്പ് എടുത്ത് നമുക്ക് ബീച്ചിലേക്ക് പോവാം. പക്ഷേ ഈ 100 രൂപയുടെ പരിപാടി 50 രൂപയാണ് കേട്ടോ. ഇവന്മാർ നേരത്തെ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. ഇപ്പോൾ 100 രൂപ വെച്ചിട്ട് എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് നേരത്തെ ഞാൻ വന്നപ്പോൾ ഇതേപോലെ വഴിയായിട്ട് തെളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വഴിയായിട്ട് തെളിച്ചത്. അപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി നിങ്ങൾ പാസ് ചെയ്യണോണ്ടിട്ട് 100 രൂപ തന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നേരത്തെ ഞാൻ അറ്റം വരെ ഓടിച്ചിട്ട് പോയിട്ടുണ്ട്. ഇപ്രാവശ്യം എനിക്ക് അറിയാൻ പാടില്ല ഏത് ഗ്യാപ്പ് വരെ പോകാൻ പറ്റുമെന്നുള്ളത്. കാരണം 2 വർഷം മുന്നെയാണ് പോയത്. ഇപ്രാവശ്യം നമുക്ക് ഏതൊരു ഡിസ്റ്റൻസ് വരെയും ഈ ഒരു രീതിയിൽ ഓടിച്ചിട്ട് പോകാൻ പറ്റും എന്നറിയത്തില്ല. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു സത്യത്തിൽ. പിന്നെ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത്യാവശ്യം ക്രൗഡുണ്ട്, ആൾക്കാർ ഇപ്പോഴും പോന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയ. കാരണം ഇത് കാടാണ്, 2 സൈഡിലും കാടാണ്. ഇവിടെ പരിചയമില്ലാത്ത സ്ഥലം കൂടി ആയതുകൊണ്ട് വല്ല ലെപ്പേർഡ് വാലി എന്നാണ് അവിടെ എഴുതി വെച്ചേക്കണത്. ഇനി വല്ല ലെപ്പേർഡൊക്കെ വന്നാലോ എന്നുള്ളൊരു ചെറിയൊരു ഇതുള്ളത് കൊണ്ടിട്ടും ഞാൻ പിന്നെ ചോദിച്ചു അവിടെ ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആ പിന്നെ നല്ല ക്രൗഡുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചു, ഇവിടെ പോന്നു. അവിടെ നിന്ന് വണ്ടികൾ വന്നുകൊണ്ടിരിക്കണുണ്ട്. എല്ലാവരും ലീവ് ചെയ്യണേന്. 6:30 ആയല്ലോ. ഇതെന്തുകൊണ്ടിട്ട് ഇതിനെ ലെപ്പേർഡ് വാലി എന്ന് പേരിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എൻ്റെ പേര് ലെപ്പേർഡ് വാലിയാണ്. നിങ്ങളപ്പോൾ ഇവിടേക്കൊക്കെ വരികയാണെങ്കിൽ നല്ല ജെർക്കുണ്ട് കേട്ടോ, ക്യാമറയ്ക്ക് നല്ല ജെർക്കുണ്ട്. അപ്പോൾ ഒരു വ്യൂ ഒക്കെ ചിലപ്പോൾ കുറച്ച് ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഗോവ വരികയാണെങ്കിൽ എന്തായാലും മഡ്ഗാവിലാണ് നിൽക്കണമെങ്കിൽ ഈ 2 സ്ഥലവും വിസിറ്റ് ചെയ്യാം. ക്യാബോഡി റാമ ഫോർട്ടും ഡബിൾസ് ബീച്ചും ബട്ടർഫ്ലൈ ബീച്ചും. ഇതൊരു നല്ലൊരു അഡ്വഞ്ചർ റൈഡായിരിക്കും. പകൽ വന്ന് റൈഡ് ചെയ്യാം. പകലെന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു 3 o'clock 4 o'clock ഒക്കെ പൊളിച്ച് വരാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാവരും നടന്നാണ് പോകണം. അവിടെ കാറിട്ടിട്ട് എല്ലാവരും നടന്നാണ് പോകുന്നത്. ഭാഗ്യത്തിന് നേരത്തെ ഞാൻ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഏതാണ് വഴിയെന്ന് ഒരു പിടിയുണ്ടാവത്തില്ല. ഒരാൾ നടന്ന കാൽപ്പാട പോലത്തെ ഒരു സ്പേസൊക്കെ ചില സ്ഥലങ്ങളിൽ കാണുള്ളൂ. ഇപ്പം പിന്നെയും കുറച്ചും കൂടി വഴി കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം എത്താറായിട്ട് ഈ സ്പേസൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏകദേശം നമ്മൾ എത്താറായി. ഓക്കെ. കുഴമണ്ണാണ് കേട്ടോ. ചില സ്ഥലത്ത് ഇവന്മാർ കുഴമണ്ണ് അടിച്ചിട്ടുണ്ട്. കുഴമണ്ണ് അടിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് തന്നെ ഇപ്പം അവിടെ ബൈക്കൊന്ന് തന്നെയുള്ളൂ. നല്ല കുഴഞ്ഞ മണ്ണ്. ഇത് ഇവിടെയൊക്കെ കുഴഞ്ഞ മണ്ണ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പീഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകേണ്ടി വരും. ഡിമ്മും ബ്രൈറ്റൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത്
കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയറിയില്ല ഞങ്ങൾ. ഭയങ്കര റേറ്റ് ചോദിച്ചു അയാൾ. എത്രയാണ് ഒരാൾക്ക് 50 രൂപ വെച്ചിട്ട്? എത്രയാണ് ഒരാൾക്ക് 50 രൂപ തന്നു. ഒരാൾക്ക് 50 രൂപ എന്നല്ല, കുറേ എമൗണ്ട് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്തതാണ് ഇപ്രാവശ്യം. പക്ഷേ ഏതായാലും ഒന്ന് പോയി കളഞ്ഞേക്കാമെന്ന് കരുതി. നൈറ്റായി പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഈ ക്യാമറയ്ക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് ജീപ്പ് വരുന്നുണ്ട്. ജീപ്പ് വരുന്നുണ്ട്. ഏതെങ്കിലും മൂലക്ക് കൊണ്ട് ചവിട്ടി കൊടുക്കട്ടെ. അവിടെ ആൾക്കാരും വരുന്നുണ്ട്. ജീപ്പ് മാത്രമല്ല, റോഡ് ഒരു രക്ഷയില്ല. എന്താ പറയുക, ഒരു ഭയങ്കരമാണ് ഓഫ് റോഡ് എക്സ്പീരിയൻസ്. ഏകദേശം എത്താറായി എന്ന് തോന്നുന്നു. ഇപ്പോഴും ആൾക്കാർ നടന്നൊക്കെ വരുന്നുണ്ട് പതിയെ. പ്രശ്നമൊന്നുമില്ല. ഇവിടെ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. മറ്റേ കാബോഡി റാമ ഫോർട്ടിലൊക്കെ പോകുമ്പോൾ ഇത്ര ടൈം ആകുമ്പോൾ തിരിച്ചിറങ്ങി പോകണമെന്നുണ്ട്. ഇവിടെ പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ആൾക്കാർ ജീപ്പും വണ്ടിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാലും ഇവിടെ വെച്ച് ക്ലോസ് ചെയ്ത് കളഞ്ഞു. പോകാൻ പറ്റില്ല എന്നുള്ളത്. 600 മീറ്റർ നടന്നു പോകണമെന്ന് പറഞ്ഞത്. എത്തിയപ്പോൾ കുറച്ച് ഇരുട്ടായിപ്പോൾ കേട്ടോ. അപ്പോൾ പിന്നെ ഫോണിന് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളതുകൊണ്ടിട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ആ കാടിൻ്റെ ഇടയിൽ കൂടിയാണ് നടന്നു വന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ആ കാടിൻ്റെ ഇടയിൽ കൂടിയാണ് നടന്നു വന്നത്. ഓക്കെ, ബട്ടർഫ്ലൈ ബീച്ച് കണ്ടോ, ഇതാണ് ബട്ടർഫ്ലൈ ബീച്ച്. ആ സൈഡിലും ഒരു ക്ലോസ്ഡ് ആണ്. ലൈക്ക് അവിടെ നിന്നും വലിയ അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഈ സൈഡും ക്ലോസ്ഡ് ആണ്. കണ്ടോ, പാറയും മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇത് കംപ്ലീറ്റ് കാടാണ്. ഓക്കെ, കണ്ടോ. ഇവിടെ പക്ഷേ എൻട്രി എക്സിറ്റ് ടൈമൊന്നുമില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷേ രാത്രി വരാതിരിക്കണേ നല്ല. ലെപ്പേഡ് വാലി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നുണ്ടായിട്ടാണ് ഞാൻ പറയുന്നത്. ലെപ്പേഡ് ഉണ്ടെന്ന് പറയുന്നു, ചിലർ ഇല്ലെന്നൊക്കെ പറയുന്നു. നമുക്ക് അതിന് ഉറപ്പൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതുണ്ടോ ആ ബോട്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. പാലോളം ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട് കുറച്ചപ്പുറത്തായിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ബോട്ടിൽ അവർ നിങ്ങളെ ഇവിടേക്ക് എത്തിക്കും. അത് ഒരു രീതി ഇവിടെ വരാനുള്ള ഒരു മാർഗ്ഗമാണത്. ഇപ്പോൾ ഏകദേശം 7 o'clock ആയി. ഇഷ്ടംമാരെ ആൾക്കാർ ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇവരിൽ പലരും തന്നെ ഇവിടെ ബൈക്കിനായിരിക്കും വന്നത്. അപ്പോൾ ബൈക്ക് വെച്ചിട്ടുണ്ട് അത് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അത് കൂടാതെ പലരും മറ്റേ ഇത് ജീപ്പിനായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ജീപ്പ് 2-3 ഉണ്ട്. അവർ വന്നിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ അവിടെ നമ്മൾ വന്നപ്പോൾ കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ജീപ്പ് വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. അപ്പോൾ ജീപ്പ് അവരെ പിക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോളും. പിന്നെ വളരെ കുറച്ച് ആളുകളാണ് ഇവിടേക്ക് വന്നിരുന്നത് വെച്ചാൽ. അതുകൊണ്ടിട്ടായിരുന്നു ഈ ഒരു ബീച്ച് ഫേമസ് ആയത്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്ലാരിറ്റി പോയി. നല്ല ആക്സസ് ചെയ്യാൻ അവർ കുറച്ചും കൂടി അത് എളുപ്പമാക്കിയിട്ടുണ്ട്. കാട്ടിൽ കൂടിയാണ് വരുന്നതെങ്കിലും എളുപ്പമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടംമാതിരി ആളുകൾ വരുന്നുണ്ട്. അതിപ്പോൾ കുറച്ചുകൂടി ഇരുട്ടായിട്ടോ, ഒരു 7-7:30 ആയിട്ടുണ്ട് ടൈം. അപ്പോൾ പാലോളം ബീച്ചിൽ നിന്ന് വന്ന ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പാലോളം ബീച്ചിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് കറക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ വന്ന് കൊണ്ടുപോവുകയും ചെയ്തോളും. പക്ഷേ നൈറ്റ് ഒരു 4 മണി 5 മണിക്കൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ലേറ്റായി പോയി. കുഴപ്പമില്ല, എൻജോയ് ചെയ്യാം. ഹൈവേയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചർച്ച് കണ്ടിട്ട് നിർത്തിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചർച്ച്. നന്നായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അവർ, കണ്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. ഉള്ളിൽ കുർബാന നടക്കുന്നുണ്ട്. ഫ്രണ്ട് ഡോർ എല്ലാം ക്ലോസ്ഡ് ആണ്. കാരണം വിസിറ്റേഴ്സ് കയറി ചെല്ലാതിരിക്കും, അല്ലെങ്കിൽ ടൂറിസ്റ്റ് കയറി ചെല്ലാതിരിക്കാൻ വേണ്ടി അവർ ക്ലോസ്ഡ് ആയിരിക്കും. സൈഡ് ഡോറിലൂടെയാണ് എൻട്രി ഉള്ളത്. അപ്പോൾ നല്ല ചേർച്ച്. ഈ ഒരു ടൈമിൽ ഇവിടെ കൂടി വന്നപ്പോൾ ആ ഒരു ഭംഗി കണ്ടിട്ട് നമ്മൾ നിർത്തിയാണ്. ഇതാണ്ടോ, ഇതാണ് റോഡ്. ഇത് ലൈറ്റ് ഫുള്ള് ലൈറ്റ് കൊടുത്തിരിക്കുന്നതാണ്. അവർ ലേഡി ഓഫ് റോസാരി ചേർച്ച് നവേലു. അപ്പോൾ നിങ്ങളിവിടെ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് രാത്രിയാണെങ്കിൽ കേട്ടോ. അപ്പോൾ പകല് നമ്മൾ ഇതേപോലെയുള്ള കുറേ ചർച്ചുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം.